ഹലോ എവരി വൺ. നമ്മളൊക്കെ ജീവിക്കുന്നത് ടെക്നോളജിയൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള വേൾഡിലാണല്ലേ. എന്തിനും ഏതിനും നമുക്ക് ഇന്ന് കാത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. അറിവിൻ്റെ കാര്യത്തിലായാലും സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും ഒരുപാട് മുന്നിൽ തന്നെയാണ് നമ്മൾ. എന്നാൽ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പഴയ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പിന്നിലാണ് നമ്മളെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിനെക്കുറിച്ച് ലോകമെമ്പാടും ഒരുപാട് പഠനങ്ങളും റിസർച്ചുകളും ഒക്കെ നടത്തി. ഈ പഠനങ്ങളിൽ അവർ ഫോക്കസ് ചെയ്ത കാര്യമെന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഇപ്പോൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പുറകിലേക്ക് പോകാൻ കഴിയില്ല. സൗകര്യങ്ങളെല്ലാം ഉള്ള ഈ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നാണ് ആ പഠനം ഫോക്കസ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് അവരെല്ലാവരും എത്തിച്ചേർന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു തെറാപ്പിയാണ്. അതിൻ്റെ പേരാണ് നേച്ചർ തെറാപ്പി എന്ന് പറയുന്നത്. എക്കോ തെറാപ്പി, ഗ്രീൻ തെറാപ്പി, ഇങ്ങനെ പല പേരുകളിലും അറിയപ്പെടും. പേര് കേൾക്കുമ്പോൾ വളരെ ഭീകരമായ ഒരു തെറാപ്പിയാണെന്ന് കരുതണ്ട. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പക്ഷേ വെസ്റ്റേൺ കൾച്ചറിലും അവിടെ ജീവിക്കുന്നവർക്കുമൊക്കെ ഇത് ഒരു പുതുമയുള്ള കാര്യമായിരിക്കാം. എങ്കിലും ഞാൻ ഈ ഒരു കൺസെപ്റ്റ് അല്ലെ ഈ ഒരു ടോപ്പിക്ക് വീഡിയോയ്ക്ക് എടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന അല്ലെ പുതുതലമുറയ്ക്ക് ഈ തെറാപ്പിയെക്കുറിച്ച് അത്ര അവയർനെസ് ഇല്ല, അല്ലെ അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എക്കോ തെറാപ്പി അഥവാ നേച്ചർ തെറാപ്പി എന്ന് പറയുന്നത് നമ്മളുടെ പ്രകൃതിയുമായി നമ്മൾ ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. പ്രകൃതിയെയും അതിൽ നിന്ന് കിട്ടുന്ന നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സിനെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്ങിനെ ഫോക്കസ് ചെയ്യുന്നതാണ് നേച്ചർ തെറാപ്പി എന്ന് പറയുന്നത്. നേച്ചർ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ കൂടുതൽ സമയം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു കുറച്ച് സമയമെങ്കിലും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ അല്ലെ പ്രകൃതിയിലേക്ക് ഇറങ്ങാൻ മാറ്റിവെക്കുക എന്നുള്ളതാണ് വളരെ നിസ്സാരമായ രീതിയിൽ പറഞ്ഞാൽ ഈ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും നമ്മൾ ഇങ്ങനെയുള്ള പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്നത് മൂലം നമുക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളുടെ ശരീരത്തിലായാലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നേച്ചർ തെറാപ്പി നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ BP കുറയ്ക്കും, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കുറയ്ക്കാനും ഓവറോൾ ഒരു വെൽ ബീയിങ് കൊണ്ടുവരാനും സഹായിക്കും. ഇനി മാനസിക ആരോഗ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരുപാട് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് അല്ലെ, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങി അതുമായിട്ടൊന്ന് ഇണങ്ങാനും അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മളുടെ മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. മനുഷ്യൻ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുമ്പോഴേ അവിടെ ആ ലൈഫിനൊരു ബാലൻസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇണങ്ങി ജീവിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മളുടെ കോർട്ടിസോൾ, നമ്മുടെ ബോഡിയിലുള്ള കോർട്ടിസോളിൻ്റെ ലെവൽ കുറയ്ക്കുന്നത് നമ്മുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം നമ്മുടെ മൂഡ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീടിൻ്റെ ആ 4 ചുമരുകൾക്കുള്ളിൽ അടഞ്ഞുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഒരാഴ്ച നിങ്ങൾ അങ്ങനെ മുറിക്കുള്ളിൽ ഇരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്കൊന്ന് ഇറങ്ങുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ, പുറത്തേക്ക് ഇറങ്ങി ആ ഒരു നാച്ചുറൽ ലൈറ്റും അല്ലെ പുറത്തെ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ ഒരുപാട് മനസ്സിനൊരു റിലാക്സേഷൻ അല്ലെ, ലൈഫിനൊരു മീനിങ് ഒക്കെ വന്നതുപോലുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. അതോടൊപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫീൽ ഗുഡ് ഹോർമോൺ എന്നറിയപ്പെടുന്ന എൻഡോർഫിൻ റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു സന്തോഷം അല്ലെ, ജീവിതത്തിനൊരു അർത്ഥവും അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് സഹായിക്കും. അതോടൊപ്പം നമുക്ക് ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ ഒരു റിലാക്സേഷൻ ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ നമുക്ക് പെയിന്, എന്തെങ്കിലുമൊക്കെ വേദനകളുള്ളവരാണെങ്കിൽ, ശാരീരികപരമായിട്ടുള്ള വേദനകൾ ഉണ്ടെങ്കിലും അതൊക്കെയും കുറയ്ക്കാനായിട്ടും ഈ തെറാപ്പി കൊണ്ട് സാധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് ഈ തെറാപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അല്ലെ ഏതൊക്കെ തരത്തിലുള്ള ഫോമുകളാണ് ഈ നേച്ചർ തെറാപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. അഡ്വെഞ്ചർ തെറാപ്പി, റോക്ക് ക്ലൈംബിങ് അല്ലെങ്കിൽ ട്രക്കിങ്ങിന് പോവുക, ഇങ്ങനെയുള്ള സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങാൻ പറ്റിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അഡ്വെഞ്ചർ തെറാപ്പി എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇതിൽ വരുന്ന ഒരു ഫോമാണ് ആനിമൽ അസിസ്റ്റഡ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, അതായത് നമുക്ക് ഇഷ്ടമുള്ള മൃഗങ്ങളെയൊക്കെ വീട്ടിൽ വളർത്തുക. അത് പെറ്റ്സ് ആകാം, അല്ലാതെ ആനിമൽസിനെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെ ആണെങ്കിലും അവയോടൊപ്പം നമ്മൾ സമയം ചെലവഴിക്കുന്നതാണ് ഈ ഒരു തരത്തിലുള്ള തെറാപ്പിയിൽ വരുന്നത്. ഇതെല്ലാം തന്നെ നേച്ചർ തെറാപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനിയും ഉള്ള ഒരു മെത്തഡ് എന്ന് പറയുന്നത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് ആണ്. പ്രകൃതിയുമായിട്ട് ഇണങ്ങി അല്ലെ പ്രകൃതിയുടെ ഉൾപ്പെടുന്ന അങ്ങനെയുള്ള പെയിൻറ്റിങ്ങുകൾ വരയ്ക്കാൻ കഴിവുള്ളവർ അത് വരയ്ക്കുക. അല്ല എങ്കിൽ വുഡ്, ക്ലേ ഒക്കെ ഉപയോഗിച്ച് മോഡലുകൾ
ചെടികളൊക്കെ നിർമ്മിക്കുന്ന ആളുകൾ. അപ്പം അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഉള്ളവരാണ് അതിനുവേണ്ടി സമയം മാറ്റി വെക്കുന്നതും ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തും. ഗാർഡനിങ്, നമുക്കിഷ്ടമുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അവയെ പരിപാലിക്കാനും പരിചരിക്കാനും ഒക്കെ സമയം കണ്ടെത്തുന്നത് ഈ ഒരു തെറാപ്പിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഡാർക്ക് നേച്ചർ എന്ന് പറയും, അതായത് രാത്രിയിൽ ആകാശത്തേക്കൊക്കെ നോക്കിയിരുന്ന് അങ്ങനെ ഒരു സമയം ചെലവഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നതും ഈ തെറാപ്പിയുടെ ഭാഗമാണ്. ഗ്രീൻ എക്സസൈസ്, അതായത് നമുക്കിഷ്ടമുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി, അത് വാക്കിംഗ് ആയാലും സൈക്ലിംഗ് ആയാലും അതെല്ലാം തന്നെ പ്രകൃതിയുമായി ഇണങ്ങി പുറത്ത് വെച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ നേച്ചർ അസിസ്റ്റഡ് മെഡിറ്റേഷൻ പുറത്ത് വെച്ച് ചെയ്യുന്നതും ഒക്കെയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ തന്നെ കണ്ടെത്തി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നേച്ചർ വാക്കിംഗ് എന്ന് പറയുന്നത്. ദിവസവും ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കാനായിട്ട് തയ്യാറാവുക. ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു സമയത്ത് നമ്മളുടെ ഇലക്ട്രോണിക് ഡിവൈസസുകൾ പരമാവധി മൊബൈൽ എല്ലാം മാറ്റി വെച്ചിട്ട് പ്രകൃതിയിലേക്ക് നോക്കി ഒന്ന് നടക്കാനായിട്ട് തയ്യാറായാൽ രാവിലെയോ വൈകുന്നേരം നമ്മുടെ സമയം അനുസരിച്ച് മാറ്റി വെക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ അറിയാം ഒരു റിഫ്രഷിങ് ഫീല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. ഇന്നെല്ലാവരും തന്നെ നമുക്കറിയാം വീടിൻ്റെ ആയാലും ഓഫീസിൻ്റെ ആയാലും 4 ചുവരുകൾക്കുള്ളിലാണ്. ഒരു 5 മിനിറ്റ് കിട്ടിയാൽ നമുക്ക് നേരെ ഒന്ന് തല നിർത്തി നിൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല അല്ലേ? ചുറ്റുമുള്ളവരെ ഒന്നും കാണാൻ നമുക്ക് നേരമില്ല, അന്നേരം നമ്മൾ മൊബൈലിൽ ആണ് നമ്മളുടെ ശ്രദ്ധ. ഇതൊക്കെ മാറ്റിയെടുത്താൽ മാത്രമേ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് ഫീലിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വോക്കെങ്കിലും അറ്റ്ലീസ്റ്റ്, ബാക്കിയുള്ളതോ നമ്മളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക, എന്നാലും ഒരു നേച്ചർ വാക്കിംഗ് എങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന തരത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു സാഹചര്യം ഒന്നും ഇല്ല എങ്കിൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന സിറ്റി ലൈഫ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, പുറത്തേക്ക് ഇറങ്ങാൻ ഒട്ടും സൗകര്യം ഇല്ലാത്ത മനുഷ്യരാണെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെ നിങ്ങൾ അതിനുള്ള ഒരു സെറ്റിങ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ വരുന്നതാണ് നമ്മുടെ ഇപ്പോൾ വീടിൻ്റെ വരാന്തയാകാം, അല്ലെ ടെറസിലൊക്കെ ആയാലും ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട്. ചെടികൾ നട്ട് പിടിപ്പിക്കുക, അതിപ്പം നമുക്ക് ഫലവൃക്ഷങ്ങളാകാം, അല്ലെങ്കിൽ പൂക്കളുള്ള ഇതാകാം, നമ്മളുടെ ഇഷ്ടം അതിനനുസരിച്ച് മാറ്റുക. അപ്പോൾ ഇതിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ടെറസിലേക്കല്ലേ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ, നമ്മുടെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു നല്ല ഫീലിങ്സാണ്. അതോടൊപ്പം ഇവയൊക്കെ പരിചരിക്കാൻ സമയം മാറ്റി വെക്കുമ്പോഴും നമുക്ക് കൂടുതൽ ഒരു ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, ഒരു നല്ലൊരു ഫീലിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ വീട് എപ്പോഴും നല്ല അറേഞ്ച് ചെയ്ത് വെക്കാൻ നോക്കുക. അടുക്കും ചിട്ടയും നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക. വലിച്ചു വാരി സാധനങ്ങൾ ഇടുക, അല്ലെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറ്റാൻ ശ്രമിക്കുക. ഇതൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജിയെ കൊണ്ടുവരുള്ളൂ. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുക. അതോടൊപ്പം ഈ പ്രകൃതിയുടെ നല്ല മനോഹാരിത, നമ്മുടെ മനസ്സിനൊരു റിഫ്രഷിങ് ഇത് തരുന്ന തരത്തിലുള്ള പടങ്ങളൊക്കെ നമ്മൾ വിഷനിൽ വരുന്ന ഇടത്ത് നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് എപ്പോഴും ഈ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. എപ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ഫീലിങ്സ് കിട്ടില്ല എങ്കിലും ഏകദേശം നമുക്ക് ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേസിൽ നിങ്ങളിരുന്ന് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്ന അവിടെ നമുക്ക് നമ്മുടെ ഈ നേച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലൂ കളർ അല്ലെ ഗ്രീൻ കളർ ഉള്ള ഷെയ്ഡ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു കാം അല്ലെ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് തരാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതിൽ ഞാൻ പറയാത്ത 1-2 കാര്യം കൂടെ മെൻഷൻ ചെയ്യുകയാണ്. നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം ശരീരത്തിൽ കൂടാനായിട്ട് സഹായിക്കും. ഇന്ന് ഒരുപാട് പേര് ഇങ്ങനെയുള്ളൊരു പ്രശ്നം, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലമുള്ള അസുഖങ്ങളാൽ ഒരുപാട് പേര് അഫക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു സമയം രാവിലെയും വൈകുന്നേരവും മാറ്റി വെക്കുക. ഈ സൺലൈറ്റ് അടിക്കുമ്പോൾ തന്നെ ഇതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിയോടൊപ്പം നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാക്കിയെടുക്കാനായിട്ടും ഡിപ്രഷൻ പോലുള്ള സ്റ്റേറ്റിലേക്ക് പോകാതിരിക്കാനായിട്ടും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇന്ന് കുട്ടികളായാലും മുതിർന്നവരായാലും കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഒക്കെ സ്ക്രീനിൻ്റെ മുമ്പിലാണല്ലേ. അതുകൊണ്ട് തന്നെ കാഴ്ച സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യും. എന്നാൽ നമ്മൾ ഈ ഒരു ഇതിലേക്കുള്ള സമയം കുറച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ നാച്ചുറൽ
ലൈറ്റിലേക്കുള്ള എക്സ്പോഷർ കൂടുമ്പോൾ നമ്മളുടെ ആ വിഷൻ്റെ പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കാൻ, നമ്മുടെ കാഴ്ചയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ വീട്ടിലാണ് ഇരിക്കുന്നത്, വീടിനുള്ളിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും കഴിവതും ജനലുകളൊക്കെ തുറന്നിട്ട് ഈ നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന രീതിയിൽ അല്ലെ അത് യൂസ് ചെയ്യാനും കൂടി ശ്രമിക്കുക. അതിനൊക്കെ നമുക്ക് ഇപ്പോൾ പരമാവധി എല്ലാവർക്കും തന്നെ അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എപ്പോഴും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിങ്ങൾ എപ്പോഴും വീടിനുള്ളിൽ അല്ലെ ഓഫീസിനുള്ളിൽ മാത്രം ഇരിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ഷീണം തോന്നും അല്ലേ, അല്ലെങ്കിൽ ഹെഡ് ഏക്ക്, ഡിസ്നെസ്, ഒരുപാട് ഞാൻ ഈ പറഞ്ഞതുപോലെ വിഷൻ പ്രോബ്ലംസ് ഇതൊക്കെയും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഐ പ്രോബ്ലംസ്. ഒരു പഠനം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുള്ള എയർ, നമ്മൾ പറയും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പൊല്യൂഷൻ കൂടുതലെന്ന്, എന്നാൽ ഒരുപാട് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള പൊല്യൂട്ടൻസ് നമ്മുടെ വീടുകളിലുമുണ്ട്. അപ്പോൾ പുറത്തേക്കും കൂടെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ ശാരീരികപരമായിട്ടുള്ള പോലെ തന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനും നമ്മളെ സഹായിക്കും. കാരണം എന്നും ഒരേ രീതിയിലുള്ള ഒരു ലൈഫ് നമുക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടീസ് മാത്രം ചെയ്ത്, അല്ലെങ്കിൽ മൊബൈലിലൊക്കെ ആയാലും നമ്മൾ വിചാരിക്കും അതൊരു റിക്രിയേഷൻ അല്ലേ, ഞാൻ സമയം എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തിട്ട് കുറച്ച് സമയം അത് ചെയ്യുമ്പോൾ എനിക്കൊരു റിലാക്സേഷന് വേണ്ടിയാണ് എല്ലാവരും ഈ മൊബൈൽ അല്ലെ ടി വിയുടെ ഒക്കെ മുമ്പിലിരിക്കുന്നത്. പതിയെ അതൊരു അഡിക്ഷനായി മാറുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ലൈഫ് നമ്മൾ ഫോളോ ചെയ്താലുള്ള കുഴപ്പമെന്ന് പറയാം, കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാകും. ആ മടുപ്പ് മാറ്റിയെടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള തെറാപ്പികളിലേക്ക് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ കൂടുതൽ നമ്മളുടെ ലൈഫിൽ കുറച്ച് സമയം, അധികമൊന്നും പറ്റുന്നില്ല, ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് പുറത്തേക്ക് ഇറങ്ങി നേച്ചറുമായിട്ട് ഇടപഴകി ജീവിക്കാനായിട്ടൂടെ മാറ്റിവെക്കുക. നേച്ചറിന് ഒരു നാച്ചുറൽ ഹീലിംഗ് പവർ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ശീലം കൂടെ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.